Johnny invested 50,000 rupees, Jalil 40,000 rupees, Jayan 20,000 rupees to start a business together. They got 3,300 rupees as profit in a month, which they divided in the ratio of their investments. How much did each get? ജോണിയും ജലീലും ജയനും കൂടി 50,000, 40,000, 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് റേഷ്യോ നമ്മൾ പറയുമ്പോൾ 50,000 ആണ് ഇൻവെസ്റ്റ്മെൻറ്റ്, 40,000 ആണ് അടുത്ത ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, അടുത്ത ആളുടെ 20,000 ആണ് അടുത്ത ആളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ റേഷ്യോ പറയുമ്പോൾ ഈ 10,000 നമുക്ക് കട്ട് ചെയ്യാം, 50,000, 40,000 10,000 കട്ട് ചെയ്യാം, 20,000 10,000 കട്ട് ചെയ്യാം. അപ്പോൾ റേഷ്യോ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? 5:4:2 എന്ന് പറഞ്ഞാൽ മതി. 5:4:2. ഈ 5:4:2 നമ്മൾ എന്ത് ഡിവൈഡ് ചെയ്യണത്? ആ മന്ത്ലി പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യണത്. അപ്പോൾ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് അതേ റേഷ്യോയിലാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ദ ഫോം 5x, ഒരു എക്സ് ഉണ്ടാവും, 4x, ഒരു എക്സ് ഉണ്ടാവും, 2x ഫോമിലായിരിക്കും. അപ്പോൾ 5x, 4x, 2x ആയിരിക്കും കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ എമൗണ്ട്. എക്സ് നമുക്ക് അൺനോൺ, എക്സ് അറിയില്ല. അപ്പോൾ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് മൂന്നും ആഡ് ചെയ്യുമ്പോൾ 5x, 4x, 2x ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 3,300 കിട്ടണം. ഇതിൻ്റെ ആൾജിബ്ര എന്താ? 5x + 4x 9x + 2x 11x കിട്ടും. അപ്പോൾ 11x = എന്ത് കിട്ടും? 3,300 കിട്ടും. അപ്പോൾ x = എന്ത് കിട്ടും? x = 3,300/11 നമുക്ക് എന്ത് കിട്ടും? ഇത് ക്യാൻസൽ 3 കിട്ടും, 300 കിട്ടും. എക്സ് 300 കിട്ടിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് നമുക്ക് പറയാം 5x എന്ന് പറയുന്നത് 5 × 300 1,500 ആവും, 4 × 300 1,200 ആവും, 2 × 300 600 ആവും. അങ്ങനെ നമുക്ക് മൊത്തം പ്രോഫിറ്റ് കിട്ടി. The capacities of 3 water tanks are in the ratio 2:3:5 ratio വന്നിട്ടുണ്ട്. The smallest of them can hold 2,500 liter. സ്മാളസ്റ്റിന് 2,500 ലിറ്റർ വെള്ളം കൊള്ളും. How many liters can the other two hold? അപ്പോൾ ഇത് ഹോൾഡ് ചെയ്യുന്ന റേഷ്യോ 2:3:5 ആണെങ്കിൽ അടുത്ത ലിറ്റർ കൊള്ളുന്നത് 2 ആവില്ല, 2x ആയിരിക്കും, 3 ആവില്ല, 3x ആയിരിക്കും, 5 ആവില്ല, 5x ആയിരിക്കും. അതിൽ ചെറുതിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്, എമൗണ്ട് അല്ല, കപ്പാസിറ്റി ലിറ്റർ. ചെറുതിലേതാണ്? 2x ആണ്. അപ്പോൾ 2x എന്ന് പറയുന്നത് 2,500 ആണെന്ന് കണ്ടുപിടിച്ചു. ഇപ്പോൾ എക്സ് എത്രയായിരിക്കും? 2,500 ഹാഫ് ആയിരിക്കും, 1,250 ആയിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 1,250 ആണ് എന്ന് കണ്ടു. അപ്പോൾ ഇത് ഓൾറെഡി ഉള്ളതാണ്. 3x നമുക്ക് എന്ത് കിട്ടും? 3 × 1,250 കിട്ടും. 3 × 1,250 എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം 3,750 എന്നുള്ള വാല്യൂ കിട്ടും. 5xൻ്റെ വാല്യൂ എന്തായിരിക്കും? 5 × 3 1,250 വരും. അത് എത്ര കിട്ടുക? 5 × 1 5000, 5 × 250 1250, 6,250 എന്ന് കിട്ടും. ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 1:3:5. ഇപ്പോൾ 1 ആവില്ല, 1ന് പകരം എന്തായിരിക്കും? 1x ആയിരിക്കും. 3 ആവില്ല, 3ന് പകരം എന്തായിരിക്കും? 3x ആയിരിക്കും. 5 ആവില്ല, 5ന് പകരം എന്തായിരിക്കും? 5x ആയിരിക്കും. ഹൗ മച്ച് ഈച്ച് ആംഗിൾ? അപ്പോൾ ഇതിൻ്റെ സമ്മ് നമുക്കറിയാം. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, = 180 ആയിരിക്കും. 1x, 3x, 5x, 5 3 8 8 9x. 9x = എത്ര കിട്ടും? 180. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 180/9. 180/9 എന്ന് പറയുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് = 20. എക്സ് 20 ആകുമ്പോൾ ഇതെത്രയായി? 20 ആയി. ഇതെത്രയായി? 3x എത്രയായി? 60 ആയി. 5x 5 × 20 എത്രയായി? 100 ആയി. ദാറ്റ്സ് ഓവർ. അതിൻ്റെ ആൻസർ കിട്ടി. ദ ഔട്ടർ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾസ് ആർ ഇൻ ദ റേഷ്യോ 5:6:7. വാട്ട് ആർ ദ ആംഗിൾസ്? ഇപ്പോൾ ഔട്ടർ ആംഗിൾ 5 ആണെങ്കിൽ 5x ആയിരിക്കും, 6 ആണെങ്കിൽ 6x ആയിരിക്കും, 7 ആണെങ്കിൽ 7x ആയിരിക്കും. ഔട്ടർ ആംഗിൾസിൻ്റെ സമ്മ് 180 അല്ല, പകരം എത്രയാണ്? സം ഓഫ് ഔട്ടർ ആംഗിൾസ് = വാട്ട്? 360. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് നമുക്ക് 5 6 11 7 18x വരും. 18x = 360. 18x = 360 ആകുമ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 360/18. 18ൻ്റെ വാല്യൂ = വാട്ട്?
20. 360/80 ഈസ് ഈക്വൽ 20. അപ്പോൾ ഈ ആംഗിൾ 5 × 20 എത്ര? 100. 6 × 20 എത്ര? 120. 7 × 20 എത്ര? 140. അപ്പോൾ നമുക്ക് ആംഗിൾസും കിട്ടി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The sides of a triangle are in the ratio 2:3:4. The longest side is 20 cm more than the shortest side. Calculate the length of all the three sides. Sides 2:3:4 ആണ്. അപ്പോൾ 2 ആവില്ല 2x ആയിരിക്കും, 3 ആവില്ല 3x ആയിരിക്കും, 4 ആവില്ല 4x ആയിരിക്കും. The longest side is 20 cm more than the shortest side. ഇതാണ് ലോങ്ങസ്റ്റ്, ഇതാണ് ലോങ്ങസ്റ്റ്, ഇതാണ് ഷോർട്ടസ്റ്റ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 4x മൈനസ് 2x ഈസ് ഈക്വൽ ടു 20. 20 ഡിഫറൻസ്. 4x മൈനസ് 2x എത്രയാണ്? 2x. 2x ഈസ് ഈക്വൽ 20. x ഈസ് ഈക്വൽ എത്രയാണ്? x ഈസ് ഈക്വൽ 10. x ഈസ് ഈക്വൽ 10 ആകുമ്പോൾ 2x എത്രയായി? 2 × 10 20. 3x ഈസ് ഈക്വൽ 3 × 10 30. 4x ഈസ് ഈക്വൽ 4 × 10 എന്ത് കിട്ടി? 40. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. A box contains beads of 3 colors. Black beads and white beads are in the ratio 3:5. ബ്ലാക്കും വൈറ്റും 3:5 റേഷ്യോയിലാണ്. 3:5 റേഷ്യോ. വൈറ്റ് ആൻഡ് റെഡ് ആർ ഇൻ ദ റേഷ്യോ 2:3. വൈറ്റ് ആൻഡ് റെഡ് ആർ ഇൻ ദ റേഷ്യോ 2:3. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് 3 കളേഴ്സ്? അതായത് ബ്ലാക്കും വൈറ്റും റെഡും തമ്മിൽ റേഷ്യോ വെച്ചിരുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ ഇവിടെ 5 ആണ്. ഈ 5 തന്നെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓക്കെയാണ്, കുഴപ്പമില്ല. 3:5 ഇവിടെ 5 ആണെങ്കിൽ 3:5:3 എഴുതിയാൽ മതി. ഇനി അതായത് ഈ 2 തന്നെ ഇവിടെ എൻഡ് ചെയ്യണത്, ഈ 2 തന്നെയാണ് ഇവിടെ എൻഡ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ 3:2 2:3 എന്ന് പറയുമ്പോൾ ടോട്ടൽ റേഷ്യോ 3:2:3 എഴുതിയാൽ മതി. അതായത് ഇവിടെ രണ്ട് സെയിം ആണെങ്കിൽ മാത്രമേ നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 × 3 6:10 കിട്ടും. അപ്പോൾ ഈ രണ്ട് റേഷ്യോ ഈക്വൽ ആണ്. 3:5 വേറെ രൂപമാണ് 6:10. ഈ 5 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 10 5 × 3 15. 5 × 3 എന്താണ്? 15. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ റേഷ്യോ 6:10 ആണ്. ഇത് 2:3 കറക്റ്റ് റേഷ്യോ 10:15. ദർഫോർ കോമൺ റേഷ്യോ എഴുതുമ്പോൾ എന്ത് ചെയ്ത് 6:10:15 എഴുതിയാൽ മതി. ദർഫോർ ദാറ്റ് ഈസ് ആൻസർ. The length, breadth and height of a rectangle block are in the ratio 3:2:5. റെക്ടാംഗിൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. റെക്ടാംഗിൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബ്ലോക്കിനെയാണ് നമ്മൾ എന്താ പറയുക? റെക്ടാംഗിൾ ബ്ലോക്ക് എന്ന് പറയുക. റെക്ടാംഗിൾ ബ്ലോക്കിന് എന്തുണ്ടായിരിക്കും? ലെങ്ത് ഉണ്ടായിരിക്കും, ബ്രെഡ്ത്ത് ഉണ്ടായിരിക്കും, ഹൈറ്റ് ഉണ്ടായിരിക്കും. തന്നിട്ടുണ്ട് 3:5. അപ്പോൾ 3 അല്ല 3x ആയിരിക്കും, 2 അല്ല 2x ആയിരിക്കും, 5 അല്ല 5x ആയിരിക്കും. അപ്പോൾ റേഷ്യോസ് ആർ ഗിവൺ 3:2:5. ഇതിൻ്റെ വോളിയാണ് തന്നിരിക്കുന്നത്. വോളിയം ഈസ് 3750 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ വോളിയം എങ്ങനെ ചെയ്യാം? ഇതിൻ്റെ വോളിയം ചെയ്യുന്നത് 3x × 2x × 5xൻ്റെ വാല്യൂ ആണ് വോളിയം. അതാണ് 3750 എഴുതാം. ദെൻ x × x × x നമുക്ക് എന്ത് എഴുതാം? x³ എഴുതാം. ബാക്കി കണ്ടുപിടിക്കാനുള്ള x. ദർഫോർ 3750 ഈ 3 ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം, 2 ഇവിടെ ഡിവൈഡ് ചെയ്യാം, 5 ഇവിടെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ x³ കിട്ടും. ഈ 5 10. 2 × 5 is 10. അപ്പോൾ 10 ക്യാൻസൽ ചെയ്തു. 2 × 5 is 10, 10 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 375/3 ആണ്. അപ്പോൾ ഒരു 3 ക്യാൻസൽ ചെയ്തു. 7 2 3 ക്യാൻസൽ ചെയ്തു. അപ്പോൾ 6, ബാക്കി 1 ഉണ്ട്. 15 5. ദർഫോർ x³ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 125. 125 എന്ന് പറഞ്ഞാൽ എന്താ? 5 × 5 × 5 ആണ്. ദെൻ x ഈസ് ഈക്വൽ ടു വാട്ട്? 5. 125 5 × 5 × 5 x ഈസ് ഈക്വൽ ടു 5 കിട്ടും. x 5 കിട്ടിക്കഴിഞ്ഞാൽ 3xൻ്റെ വാല്യൂ 15 ആണ് വൺ സൈഡ്. ലെങ്ത് 2xൻ്റെ വാല്യൂ 2 × 5 10 ആണ്. 5xൻ്റെ വാല്യൂ ഹൈറ്റ് 25 ആണെന്ന് കിട്ടും. ദാറ്റ്സ് ഓവർ.